ഇതാണ് കേരളത്തിലെ ഗതാഗത വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ സ്വന്തം മണ്ഡലം. പത്താനകളുടെ പുരമെന്ന് പേരുകേട്ട പത്തനാപുരം. നേരം സന്ധ്യ മയങ്ങിയാൽ പിന്നെ നഗരത്തിലെ ഹൃദയഭാഗം മിഴിപൂട്ടിത്തുടങ്ങും. ഇങ്ങ് നെടുമ്പറമ്പ് ജംഗ്ഷൻ മുതൽ കല്ലുംകടവ് വരെയുള്ള ഭാഗത്ത് തെരുവു ലൈറ്റുകൾ ഒന്നുപോലുമില്ല. ടൗണിൽ തല ഉയർത്തി നിൽക്കുന്ന ഹൈമാസ്റ്റ് ലൈറ്റ് പേരിനു മാത്രം. ടൗണിലെ വ്യാപാരശാലകൾ അടച്ചാൽ പിന്നെ പത്തനാപുരം കൂരിരുട്ടിൽ അമരും. പുനലൂർ മൂവാറ്റുപുഴ റോഡും കുന്നിക്കോട് കൊട്ടാരക്കര റോഡും അടൂർ കായംകുളം റോഡുമൊക്കെ സംഗമിക്കുന്ന പത്തനാപുരത്ത് സന്ധ്യ മയങ്ങിയാൽ പിന്നെ വഴികൾ തിരിച്ചറിയാൻ മൊബൈൽ ലൈറ്റുകൾ പ്രകാശിപ്പിക്കണം. ഡിവൈഡറുകളിൽ റിഫ്ലക്ടർ ഇല്ലാത്തതും ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാത്തതും ഇവിടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ അപകടങ്ങളും തുടർക്കഥയാക്കുന്നു. വികസനത്തിന്റെ പേരിൽ ഗ്രാമപഞ്ചായത്തും ഗതാഗത മന്ത്രിയുമൊക്കെ പത്തനാപുരത്തെ വാഴ്ത്തിപ്പാടുമ്പോൾ അതിന് സ്തുതി പാടുകയല്ലാതെ മറ്റു പോംവഴികൾ പ്രതിപക്ഷത്തിനുമില്ല. ഇതുപോലൊരു നാണം കെട്ട പ്രതിപക്ഷമായി പത്തനാപുരത്ത് കോൺഗ്രസ് അധപ്പതിക്കുമ്പോൾ എങ്ങനെ നാടു നന്നാകുമെന്ന ചോദ്യത്തിന് ഏറെ പ്രസക്തിയാണുള്ളത്. ചക്കിക്കൊത്ത ചങ്കരന്മാരെ പോലെയാണ് മേഖലയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവുമെന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.